ഇരിക്കുക. കർത്താവിൻ്റെ തിരുസന്നിധിയിലെ അതീവ സന്തോഷത്തോടെ ഇരിക്കുക. നമ്മുടെ സന്തോഷത്തിൻ്റെ ആസ്പദം എന്ന് വെച്ചാൽ എന്താണ്? കർത്താവ് ഓരോ ദിവസവും ഉടമ്പടിയിലൂടെ 100 കണക്കിന് മനുഷ്യർക്ക് ദൈവം നൽകുന്ന പുതിയ വഴിയും പുതിയ വെളിച്ചവുമാണ്. ഇപ്പം എന്തെങ്കിലും ദൈവം ഉദ്ദേശിക്കാതെ നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. അത്രയും ചിന്തിച്ചാൽ മതി. കാരണം എന്താ? നിങ്ങളെക്കാൾ പ്രയാസത്തിലുള്ള ലക്ഷോപലക്ഷം മനുഷ്യർ പുറത്തുണ്ട്. ദെൻ വൈ യു ആർ പർട്ടിക്കുലർലി സെലക്റ്റഡ്? അതാണ് നിങ്ങളുടെ ദൈവവിളി എന്ന് പറയണത്. അപ്പോൾ ദൈവം നിങ്ങളെക്കുറിച്ച് എന്തോ ഉദ്ദേശിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിഷയത്തിൽ എന്തോ സമാധാനം ദൈവം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ അടുക്കിലേക്ക് നിങ്ങളെ വിളിച്ചു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഉടമ്പടിയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്തതിന്, അവിടുത്തെ സ്വന്തമാക്കുവാൻ വിളിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി. എന്നുമെന്നും കൂടെ എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന. പരിശുദ്ധ പരമദൈവകാരുണ്യത്തിന് ദൈവത്തിനെ എപ്പോഴും നീ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നിന്നെ ഓൺ ചെയ്യണം. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ക്ലിൻ്റനച്ചോട് പറയണ ഇതാണ്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇത് ഈശോൻ്റെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറയണത്. അപ്പോൾ ഞാൻ പറയും, ദൈവം നമ്മളെ ഓൺ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞില്ല. ബൈബിൾ മുഴുവനും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യമാണ്. ഈശോയ്ക്ക് തന്നെ നല്ല പവർഫുൾ കോൺഷ്യസ് ആയിരുന്നു. ഈശോ പറയവേ, പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന നാനാകമാർക്കും ജീവൻ തിരുഭോജ്യമേ. ആരാധന നാനാകമാർക്കും ജീവൻ തിരുഭോജ്യമേ. യോഹന്നാൻ 6:27. യോഹന്നാൻ 6:27. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര വച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതായത് പിതാവായ ദൈവം ഈശോൻ്റെ മേലെ ഒരു ഒഫീഷ്യൽ സീൽ ചെയ്തിരിക്കുകയാണ്, അംഗീകാര മുദ്ര. എന്താണ്? ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിത്യജീവന് വേണ്ടിയും സ്വർഗത്തിന് വേണ്ടിയും ഈശോനെ ബ്രാൻഡ് ചെയ്ത് സീൽ ചെയ്തിരിക്കുകയാണ്. ഇതുപോലൊരു സീലിംഗ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് കിട്ടിയാലേ കാര്യങ്ങൾ എളുപ്പമാകും. ഒപ്പിട്ടാൽ മാത്രം സീൽ ചെയ്യണം. ഇപ്പം ചില ആൾക്കാർക്ക് ഞാൻ ജ്ഞാനസ്ഥാന സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോഴല്ല, ഞാൻ ധൃതിക്ക് ആൾക്കാരെല്ലാം എപ്പോഴും മേടയിലൊക്കെ ഇരിക്കുമ്പോൾ ഇടിയാണല്ല, പല പല വിഷയങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒപ്പിടും, സീൽ ചെയ്യാൻ മറന്നു പോകും. അപ്പോൾ ചിലർക്ക് അത് ഓഫീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് റിജക്റ്റ് ആകുമ്പോൾ തിരിച്ചു വരും, എൻ്റെ അച്ഛാ ഇതിന് സീലില്ലെന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ സീൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒപ്പേ നിൽക്കത്തില്ലെന്ന് അർത്ഥം. ഒപ്പേ നിൽക്കത്തില്ല, സീലിങ് വേണം.
അപ്പോൾ നിങ്ങളെ ന്യായസ്ഥാനപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അത് ഒരു ഒപ്പാണ്. സീല് വേറെയാണ്. സീല് ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണം, അതാണ് പ്രശ്നം. നിങ്ങളെ വിശ്വസിക്കണത് ഒരു ഒപ്പാണത്. ദൈവത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റണത് ഒരു സീലാണ്. അതാണ് അംഗീകാരം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്ന് ദൈവത്തിന് തോന്നിയാൽ പിന്നെ ഇത്രയും ലാഗിങ് ഒന്നുമില്ല. ഉടമ്പടിയുടെ സ്പീഡ് റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവത്തിന് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നിടത്ത് വെച്ചാണ്. അതായത് നമ്മളിൽ ദൈവത്തിന് ഒരു വിശ്വാസം തോന്നിയാൽ അപ്പോൾ സീലായി. നിങ്ങൾ ഉടമ്പടി കഴിയുമ്പോൾ നിങ്ങളുടെ വഴിക്ക് പോകും. ഇത് പ്രധാനപ്പെട്ട ഒരു പദാർത്ഥം മാത്രമായ ഒരു ഭൗതികമായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള തൽക്കാലത്തേക്കുള്ള വരവും പോക്കുമാണെന്ന് ദൈവത്തിന് തോന്നും. അപ്പോൾ സീലാകത്തില്ല. ഉടമ്പടി സീലാകത്തതിൻ്റെ പ്രധാനപ്പെട്ട സീല് പതിയത്തില്ലല്ല. ചിലയിടത്ത് ഈ മഷി കുറഞ്ഞു പോകണ കാരണം സീല് പതിയത്തില്ല. എന്താ കാരണം? ദൈവത്തെ നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റും? ഇത് തൽക്കാലത്തേക്ക് ജോലി കിട്ടാൻ വേണ്ടിയുള്ള വരവും പോക്കുമാണ്. അത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകും. പിന്നെ ദൈവവും ഇല്ല, ആരുമില്ല. അത് അറിയാം. അപ്പോൾ സീല് പതിയത്തില്ല. അങ്ങനെയാണ് നോക്കണം. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയോ ആക്ഷേപിക്കുകയൊന്നുമല്ല. നിങ്ങൾക്ക് എത്രയും വേഗം ഇത് കൺകറൻ്റ് ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഉപായം പറഞ്ഞു തരികയാണ്. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയില്ല. ഒരു ഉപായം പറഞ്ഞു. ഇൻ കേസ് ഒരു പദാർത്ഥം മാത്രമായിട്ടുള്ള പ്രസക്തി മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കണം. പദാർത്ഥം മാത്രമായിട്ടാണോ ഞാൻ ദൈവത്തെ സമീപിക്കുന്നത്? ഈ പദാർത്ഥം മാത്രമായിട്ടൊക്കെ ചിന്തിക്കണമെന്ന് പറയുന്നത് എന്തോ ഒരു പരിമിതിയാണെന്നറിയാമോ? അച്ഛനിന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ പിശാച് കർത്താവിനോട് പറഞ്ഞില്ലേ, ഈ കല്ലുകളോട് അതിനെക്കുറിച്ച് അച്ഛൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചിരിക്കിയിരുന്നു. എന്താ തിരിച്ചതെന്ന് വെച്ചാൽ, പിശാചിൻ്റെ സങ്കല്പ ദാരിദ്ര്യം കണ്ടില്ലേ? പിശാചിന് മാക്സിമം സങ്കല്പിക്കാൻ പറ്റുന്നത് വിശന്നാൽ ഒരു കല്ലെടുത്ത് അത് അപ്പമാക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തിക്കുക. വളരെ വളരെ ചൈൽഡിഷായിപ്പോയി ശരിക്കും പറഞ്ഞാൽ. ഈ ജഗതി ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ ഈ കായലെല്ലാം പട്ടച്ചാരായമായെങ്കിൽ മാറിയെങ്കിൽ അതിനകത്തുള്ള മീനെല്ലാം വറുത്ത മീനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കണ പോലെ പോയി പിശാച് ചിന്തിച്ചത്. അത്രയ്ക്ക് സങ്കല്പ ദാരിദ്ര്യമാണ്. കല്ലുകളോട് അപ്പമാകാൻ. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അവിടെ നോട്ട് ബുക്ക് കൊണ്ടുവന്ന് വെച്ച് എഴുതാൻ തുടങ്ങി. എന്താ എഴുതാൻ തുടങ്ങിയത്? നിങ്ങൾ കണ്ടേ ഞാൻ എഴുതുന്നത്. എന്താ എഴുതാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്ലുകളോട് അപ്പമാകാൻ പറയുന്ന സൂത്രപ്പണി മാത്രമേ പിശാചിനെ സങ്കല്പിക്കാൻ പറ്റത്തുള്ളൂ. അതിന് ഒരു മേ ബി ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് പറയാം. പക്ഷേ ആധ്യാത്മികത അതിനേക്കാൾ വലുതാണ്. കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും നിന്നെ നിലനിർത്താൻ കഴിയുക. ദൈവത്തിന് ജോലിയില്ലെങ്കിൽ, നീ വിവാഹം കഴിച്ചില്ലെങ്കിലും, നിങ്ങൾക്ക് മക്കളില്ലെങ്കിലും, നിങ്ങൾക്ക് വീടില്ലെങ്കിലും സന്തോഷത്തോടെ നിങ്ങൾ നിലനിർത്താൻ കഴിയും. നീ ദൈവത്തിന് കണ്ടീഷൻഡായിട്ട് മക്കളെ കിട്ടിയ. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സാക്ഷ്യം എന്താണ് അവസാനിച്ചത്? മാതാവിൻ്റെ മുമ്പിൽ വന്ന് ആ മോള് പറഞ്ഞു കേട്ടില്ലേ, എന്താണ്? ഒന്നെങ്കിൽ 20 വർഷമായി ഞാൻ കുഞ്ഞിന് വേണ്ടി ദൈവങ്ങളായ ദൈവങ്ങളുടെ എല്ലാം നടക്കണം. അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നാം. അമ്മ ആ മാസം അവൾക്ക് കുഞ്ഞിനെ കൊടുത്ത്. അപ്പോൾ അവൾക്ക് മനസ്സിലായി അമ്മ ആരാണെന്ന് മനസ്സിലായി. പക്ഷേ എപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള അഭ്യാസം കാണിക്കരുത്. അപ്പോൾ ഈ കല്ലപ്പമാക്കാൻ പറഞ്ഞ പോലെ പിശാചായിട്ട് നിങ്ങളെ കണക്കാക്കത്തുള്ളൂ. ദൈവത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക യാഥാർത്ഥ്യത്തെ, നമുക്ക് ഒരു പദാർത്ഥത്തെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിൽ ആസ്വദിക്കാനുള്ള പരുവമാക്കി തരിക എന്നുള്ള ഒരു മിനിമം പരിപാടിയാണ് നിങ്ങൾ ദൈവത്തിന് കൊടുത്തതെങ്കിൽ ദൈവത്തെ ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പറ്റത്തില്ല. ഒരനുഗ്രഹ ദാതാവായി മാത്രം ദൈവത്തെ കാണുമ്പോൾ സ്വാഭാവികം നിങ്ങളുടെ റിലീജിയസ് ലൈഫ് തന്നെ ഭയങ്കര പതറ്റിക്കാകും. ഞാൻ എന്താ എഴുതിക്കൊണ്ടിരുന്നതെന്നറിയാമോ? ഞാൻ എഴുതിക്കൊണ്ടിരുന്നത് അതിൻ്റെ താഴേക്ക് വരുമ്പോൾ വചനങ്ങളാണ്. ഈ പ്രോഗ്രാങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ പിശാച് ഈശ്വരനെ പ്രലോഭിപ്പിക്കാൻ പോണതിന് മുമ്പ് പിശാച് മറന്നുപോയൊരു ഭാഗമുണ്ട്. എന്താ കാര്യം? കല്ലില്ലെങ്കിൽ അപ്പമില്ലെങ്കിൽ ഇവൻ ജീവിക്കുമെന്നുള്ളത് അവൻ അനുഭവം കൊണ്ട് പഠിച്ചിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവനെന്താ പറഞ്ഞിരിക്കണത്? ലൂക്കാന്റെ സുവിശേഷം 4:2 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 4:2. ലൂക്കാ സുവിശേഷം 4:2. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. 40 ദിവസം അവൻ അവിടെ കഴിഞ്ഞുകൂടി. ഓക്കെ. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടാ സംഭവം ഇതാണ്.
അതായത് 40 ദിവസം അവൻ ഭക്ഷിക്കാതിരുന്നിട്ടും പാനം ചെയ്യാതിരുന്നിട്ടും അവന് വിശപ്പൊരു പ്രശ്നമേ അല്ലായിരുന്നു. ആ ടൈം കഴിഞ്ഞപ്പോഴാണ് അവൻ വിശന്നത്. അവൻ 40 ദിവസം എന്തുകൊണ്ടാണ് അവന് വിശക്കാതിരുന്നത്? ദാറ്റ് ഈസ് അനോയിൻറ്റിങ്. അതാണ് അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള സാധനമാണ്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ അപ്പുറത്തുള്ള എന്താണ്? അത് ബ്ലെസ്സിങ്സ് പദാർത്ഥ മാത്രവും മെറ്റീരിയലാണ്, അത് മാനുഷികമാണ്. ഈ മാനുഷികമായിട്ടുള്ള അനുഭവ തലങ്ങൾക്ക് അപ്പുറത്തുണ്ട്. എന്താണ്? നീ 40 ദിവസവും 40 രാവും അവൻ ഒന്നും ഭക്ഷിക്കുകയോ ഒന്നും കുടിക്കുകയോ ചെയ്തില്ല. ആ കാലം കഴിഞ്ഞപ്പോൾ, അത് അഭിഷേകത്തിൻ്റെ ആ കാലം കഴിഞ്ഞപ്പോഴാണ് അവനെ വിശന്നത്. അവിടെ കല്ലില്ലെങ്കിലും അപ്പമില്ലെങ്കിലും അവൻ 40 ദിവസം സുഭിക്ഷമായിട്ട് തന്നെയാണ് ഇവിടെ ഭക്ഷണം കഴിച്ചതുപോലെ ജീവിച്ചത്. എൻ്റെ മക്കളെ, ഇത് വേറെ ഒരു ലെവലാണ്. നിങ്ങൾ ഈ ഉടമ്പടിയിൽ അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേ അങ്ങനെ പേര് ഞാൻ പറഞ്ഞു, എന്താ, അതായത് ഒരു മനുഷ്യരോട് സാക്ഷ്യം പറഞ്ഞു. ജോർജ് ഇമ്മാനുവൽ എന്ന് പറഞ്ഞു, കായംകുളത്തുകാരൻ ജോർജ് ഇമ്മാനുവൽ. 33 വർഷമായിട്ട് കടലിൽ മർച്ചൻ്റ് നേവിയിലാണ്. 33 വർഷമായിട്ട് മർച്ചൻ്റ് നേവിയിലാണ്. കക്ഷിക്ക് ഇന്ന് വരെ 12 കമ്പനി മാറിയിട്ടുണ്ട്. 33 വർഷം. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 3 കൊല്ലം 3.5 കൊല്ലമൊക്കെ കമ്പനി നിൽക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവർ ഡിസ്മിസ് ആയി സാധനത്തിന്. അത് കാരണം വീടും വെക്കാൻ ഒത്തിയിട്ടില്ല. എവിടെയെങ്കിലും ഉറച്ചു നിന്നാലല്ലേ വീട് വെക്കുക, എന്തെങ്കിലും അഭിവൃദ്ധി ഉണ്ടാകുക. 33 കൊല്ലം. ഇപ്പം 6 കൊല്ലം തന്നെ മത്സ്യനവി പോയി കഴിഞ്ഞാൽ കൊടീശ്വരന്മാരെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 33 കൊല്ലം ചെയ്ത് പുള്ളിക്കാരൻ ഒരിടത്ത് ഒന്നും എത്തിയിട്ടില്ല. അവസാനം ഉടമ്പടി ചെയ്ത് 33 വർഷത്തെ ഈ മറൈൻ ലൈഫും കഴിഞ്ഞ് 12 കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മാറി. ഇപ്പോൾ ഇവിടെ വന്ന ശേഷം ഈ പുള്ളിക്ക് നിങ്ങൾക്ക് നിരാശയായി. കാര്യം പുള്ളിയുടെ കൂടെ ഉള്ള അവിടെ കപ്പലിൽ കയറിയ ആൾക്കാരൊക്കെ ഇന്ന് എവിടെ ഇരിക്കണം, പുള്ളി അവിടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഭയങ്കര വ്യത്യാസം, സങ്കടം, നിരാശ. പുള്ളി ഒന്ന് ഉടമ്പടി ചെയ്ത്. ഈ നിരാശ പറഞ്ഞാൽ നമുക്കുള്ള മാർഗ്ഗം എന്താ? ഉടമ്പടി ചെയ്ത വന്നിട്ട് എന്നോട് ചോദിച്ച്, വാട്ട് ഹാപ്പൻ ടു മീ, എന്താണ് എൻ്റെ കുഴപ്പം വെച്ചാന്ന് ചോദിച്ച്. അപ്പോൾ ഞാനത് എൻ്റെ ഈ മറൈൻ പാസ്പോർട്ട് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ മാതാവിനോട് പറഞ്ഞു, അവനോട് മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയാൻ പറഞ്ഞു. എനിക്ക് ഇയാളെ ആദ്യം കാണുകയാണ്. ഞാൻ പറഞ്ഞു മുൻചുണ്ടി അവസാനിപ്പിക്കാൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തുചാട്ടം പരിപാടിയാണ്. ഒരു വീട്ടിൽ പോലും സമാധാനത്തിൽ ഒരാളെന്ന് പറയുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഉടക്കി പിരിയും. അപ്പം അത് ആ മനുഷ്യൻ്റെ ഒരു കുറവാണ്. അത് ആധ്യാത്മിക ജീവിതത്തിന് മാത്രമല്ല, ഭൗതിക ജീവിതത്തിന് ഇതുപോലെ കുറവുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെത്തത്തില്ല. ഇപ്പോൾ കത്തോലിക്ക പള്ളിയിൽ ഇപ്പോൾ നോൻപ് കാലമാണ്. കർത്താവിന് പീഡാനുഭവത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈശോ ഇങ്ങനെ എന്നെ കൊണ്ടുവരണം എന്ന് തോന്നുന്നത്. നിങ്ങളും ചിന്തിക്കണം നല്ലതാ, കുറവുകളെ അന്വേഷിക്കണം നല്ലതാ. ഉടമ്പടി എടുക്കാൻ വേണ്ടി വരുമ്പോഴേ, എടുത്തു കഴിഞ്ഞ് അച്ഛനെ കാണാൻ വരുമ്പോഴല്ല, അച്ഛനെ കാണുന്ന മുമ്പ് തന്നെ കർത്താവിനോട് ചോദിക്കണം, എനിക്ക് വല്ല കുറവുണ്ടോ. മനസ്സിലായില്ലേ? അച്ഛനെ കാണുമ്പോൾ ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചോദിക്കാത്തതുകൊണ്ട് മാത്രമേ എനിക്ക് പരിഭവമുള്ളൂ. ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. പക്ഷേ പിന്നെ ചിലരോട് മിണ്ടത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. സീരിയസ് വിഷയമാണെങ്കിൽ ഞാൻ ടൈം എടുത്ത് അതിന് മെസ്സേജ് എടുത്ത് മറുപടി പറയും. കാര്യം അവർക്കത് ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. അവരെന്നെ പരീക്ഷിക്കാനാണ് ചോദിക്കണമെങ്കിലും ഞാൻ മിണ്ടത്തില്ല. അവർക്കിത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. എവിടെയാണ് ഈ വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാസ്ഥലത്ത് നിൽക്കണ കാണുമ്പോൾ യൂദയായിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകാനാണ് പറഞ്ഞത്. അതായത് ചിലർക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദൈവം നമ്മളോട് സംസാരിക്കും, ഒരു സംശയമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ തീരുമാനം എടുത്ത് മാറ്റിയിട്ട് നമ്മൾ കേവലമായിട്ട് നിൽക്കണം. കേവലമായിട്ട് കർത്താവേ നീ എന്ത് പറഞ്ഞാൽ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നാണെങ്കിൽ, അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണെങ്കിൽ ദൈവം എല്ലാ കാര്യത്തിലും നിങ്ങളോടും അങ്ങനെ തന്നെയായിരിക്കും. ഇതങ്ങനെയല്ല, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കിഷ്ടമുണ്ട്, പക്ഷേ അത് എൻ്റെ ഒരു ചെറിയൊരു മനസാക്ഷി കുത്ത് എന്തോ കിടപ്പുണ്ട്. അതിന് ദൈവത്തിൻ്റെ കൺകറൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിഞ്ഞെങ്കിൽ അത് കൊള്ളാമല്ലോ, അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരില്ലേ, അവർ വെറുതെ ആൾക്കാരെ വന്ന് പണി മേടിക്കരുതെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ആണ് സമയം. അത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം മെസ്സേജിൻ്റെ കാര്യത്തിലേ. സ്തുതിക്കട്ടെ മക്കളെ. യേശുസ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുമ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതം ക്രമീകരിക്കുവാൻ ആത്മാവിൽ ഞങ്ങൾക്ക് അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ.
എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. സന്തോഷത്തോടെ, സ്നേഹത്തോടെ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. കർത്താവിൻ്റെ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ മെൽട്ടാകണം. അത്രയും ദൈവസ്നേഹം ഉണ്ടാകണം. എൻ്റെ മക്കളെ സത്യം പറയണം, നിങ്ങൾക്ക് ദൈവസ്നേഹം ഉണ്ടായാൽ മാത്രം മതി. വേറെ അപ്പത്തേനും നിങ്ങൾ ഉടമ്പടിയിലാകും. വെർച്വൽ ഉടമ്പടി എന്ന് നമ്മൾ പറയത്തില്ലേ? വെർച്വൽ ഉടമ്പടി, ഫിസിക്കൽ ഉടമ്പടിയാണ് നമ്മൾ ചെയ്യണത്. ഇവിടെ വെർച്വൽ ഉടമ്പടിയുണ്ട്. വെർച്വൽ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ദൈവത്തോട് പ്രണയം തോന്നി ദൈവത്തിൻ്റെ വഴികളിലൂടെ ജീവിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമാകുമ്പോൾ തന്നെ നിങ്ങൾ ഉടമ്പടിയിലായി. വെർച്വൽ ഉടമ്പടി എന്ന് പറയും അതിനെ. ഓൺലൈൻ കാലത്തൊക്കെ കോടതിയിലൊക്കെ നടന്നത് വെർച്വൽ ആയിട്ടുള്ള ഡിസിഷന് വിസ്താരമൊക്കെ നടന്നത് ഓൺലൈനിൽ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഫിസിക്കലായിട്ട് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ദൈവവുമായിട്ട് ഉടമ്പടിയിലാകാൻ പറ്റും. കാര്യം ഉടമ്പടി ഒരു ശാശ്വതമായ യാഥാർത്ഥ്യമാണ്. അതിന് അന്തസത്യം എന്ന് പറയുന്നത് ദൈവസ്നേഹത്തോടെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ, മനുഷ്യരെ സേവിച്ച് ശുശ്രൂഷ ജീവിക്കാൻ, വിശുദ്ധിയോടെ ജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഉടമ്പടിയെടുത്ത എല്ലാവരുടെയും ദൈവസ്നേഹം വർദ്ധിപ്പിക്കണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്യുകയും ജീവിതം ധന്യമായി. അവൻ പറയുന്നത് ചെയ്യുകയും ജീവിതം ധന്യമായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പക്ഷേ ഈ വിർച്വൽ ഉടമ്പടിക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മളതിൻ്റെ പദാർത്ഥം അത് ഫിസിക്കൽ ഉടമ്പടിയായിട്ട് എന്തുകൊണ്ടാണ് കൺവേർട്ട് ചെയ്യണത്? അതിൻ്റെ അകത്ത് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് വിർച്വൽ ഉടമ്പടിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇല്ല, കുറവാണ്. കാര്യം നിങ്ങൾ ഇത് ചെയ്തിരിക്കണത് ഡു യു മീൻ ഇറ്റ്, നിങ്ങളത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ദൈവത്തിന് തോന്നണം. നിങ്ങൾ അതായത് ഒരാൾക്ക് വിർച്വൽ ഉടമ്പടി ചെയ്ത് ദൈവവുമായിട്ട് അനുഗ്രഹങ്ങൾ കൈപ്പറ്റുന്നതിന് പരിമിതികളുണ്ട്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കമ്പൽസറി ആയിട്ടുള്ള മെഷീനറി മെഷേഴ്സ് ഇല്ല. ഈ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടി മാത്രമേ കമ്പൽസറി ഫിസിക്കൽ മെഷീനറി മെഷേഴ്സ് ഉള്ളത്. എന്തൊക്കെയാണുള്ളത്? നിങ്ങൾ രോഗികളെ പോയി കാണണം, ഇല്ലേ? അവന് ബൈബിള് വായിക്കണം, ദൈവസ്നേഹത്തോടെ വായിക്കണം. പിന്നെ നിങ്ങളുടെ അധ്വാന ബലം പാവത്തുങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഈ പങ്കുവെപ്പിൻ്റെ ഒരു വലിയ മഹോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു മാസം 10,000 പേർ ഉടമ്പെടുക്കുമെങ്കിൽ ഈ 15,000 പേരും തങ്ങളുടെ സമ്പത്തുകൾ ഇല്ലാത്തവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അത്രയും മനുഷ്യർ തന്നെ ഭക്ഷണം പങ്കുവെക്കുന്നു, വസ്ത്രം പങ്കുവെക്കുന്നു, പണം പങ്കുവെക്കുന്നു, പഠനങ്ങൾ പങ്കുവെക്കുന്നു. അങ്ങനെ പങ്കുവെപ്പിൻ്റെ വലിയൊരു ലോകം. ഇതെല്ലാം നമ്മൾ മുദ്രയായിട്ട് മാറുകയാണ്. അപ്പോൾ ദൈവത്തിന് അറിയാം നമ്മൾ സീരിയസ് ആണെന്നറിയാം. ദൈവത്തിന് വിർച്വൽ ഉടമ്പടി ദൈവം നമ്മൾ സീരിയസ് ആണെന്ന് അറിയത്തില്ല. അത് നിങ്ങളങ്ങനെ ആന്തരികം എടുക്കുന്ന മാനസികമായൊരു തീരുമാനമല്ലേ. അത് മനസ്സമ്മതം പോലെ വരും, കല്യാണമല്ല. പക്ഷേ ഇവിടെ ആകുമ്പോൾ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറുകയാണ്. തീർത്ഥാടന ഉടമ്പടിയിൽ അതൊരു ഫിസിക്കൽ അഫെയറായിട്ട് മാറും. നിങ്ങളത് വീട്ടിൽ പോയി കഴിയുമ്പോഴും ഉടമ്പടി തന്നെയാണ് ജീവിക്കണത്. അപ്പോൾ ദൈവത്തെ മനസ്സിലാകും നിങ്ങൾ ആത്മാർത്ഥതയോടെയാണ് ചെയ്യണത്. നിങ്ങളുടെ വിഷയത്തെക്കാൾ ദൈവത്തിൻ്റെ വചനം നടപ്പിൽ വരുത്തുന്നതിന് എപ്പോഴാണ് നിങ്ങൾക്കൊരു മുൻതൂക്കം കിട്ടുന്നത്, അപ്പം മുതൽ ഉടമ്പടി ആളി കത്താൻ തുടങ്ങും. ഇപ്പം ചില ആൾക്കാർ പാവത്തുങ്ങൾക്ക് ആശുപത്രി കൊണ്ടുപോയി മരുന്നിന് അവരുടെ ബില്ലിൻ്റെ പൈസ അടക്കണം എന്ന് വെച്ചാൽ അങ്ങനെ അടക്കും. മറ്റൊക്കെ ആശുപത്രിയിലുള്ള കെയർ ടേക്കേഴ്സിന് ബൈസ്റ്റാൻഡേഴ്സിനൊക്കെ ഭക്ഷണം മേടിച്ച് കൊടുക്കണം, വസ്ത്രം ഇല്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കണം
എന്നൊക്കെ. എന്നാലും ചിലർ പറയും കൈവിട്ട് കളിക്കണ്ട, എങ്ങനെ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടിയില്ല, പിന്നെ എന്ത് കയ്യിൽ കളിവിട്ട് പോകത്തില്ലേ. ഇങ്ങനെ ചിന്തിക്കണ ഒത്തിരി പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസ് ഉണ്ട്. ഇതിനാണ് ഭയങ്കര പ്രാക്ടിക്കൽ ക്രിസ്ത്യൻസാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി നമുക്ക് ദൈവാനുഗ്രഹം നമ്മുടെ അക്കൗണ്ട് വരണത് വരെ കൈവിട്ട് കളിക്കത്തില്ല. ഇതിങ്ങനെ ഈ പെരിച്ചാഴികളുടെ എണ്ണം ഒരു 90% വരും. 90%. എന്ന് വെച്ചാൽ നമ്മളുടെ അക്കൗണ്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അനുഗ്രഹം വന്ന് ചേരണവരെ കൈവിട്ട് കളിക്കത്തില്ല. അതിന് പറയണത് ഇവരെന്താ പറയണത്? അങ്ങനെ വന്നാൽ പിന്നെ നമ്മുടെ കൈ ഉള്ള കൂടി പോകില്ല ഇപ്പം എന്ന് പറയും. അപ്പോൾ ദൈവത്തെ നിങ്ങളുടെ നക്കാപ്പിച്ച കാശ് കൊണ്ട് അളന്ന് നോക്കും. അതോടുകൂടി ദൈവം മുട്ടുകാല് തല്ലി പിടിക്കും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ പണ്ടാരത്തിന് ഇങ്ങോട്ട് വിളിച്ചാന്ന് ചോദിക്കും ദൈവം. എനിക്ക് വീട്ടിലെങ്ങാനും കുത്തിയിരിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉടമ്പടി നിബന്ധനകളിൽ ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ആരാധനയിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. സന്തോഷത്തിലെ പാട് സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ കഴിഞ്ഞ ദിവസം ജോജോ പാല എന്ന് പറഞ്ഞൊരു മകൻ സാക്ഷി പറഞ്ഞായിരുന്നു. എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ ചില സാക്ഷ്യങ്ങൾ മാതാവ് എന്നോട് പറയും ജസ്റ്റ് ലിസൺ ഇറ്റ് എന്ന് പറയും. കാര്യത്തിൽ മാതാവിൻ്റെ സ്വന്തം സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം ഈ മനുഷ്യരാശിയോട് ദൈവം ഒരു സാക്ഷ്യങ്ങൾ പലതരമാണ്. ദൈവം ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയോട് മാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലോക്കൽ കമ്മ്യൂണിക്കേഷനുള്ള സാക്ഷ്യങ്ങളുണ്ടാകും. ദൈവം എൻ്റെ ഹ്യൂമാനിറ്റിയോട് സംസാരിക്കുന്ന സാക്ഷ്യം ഉണ്ടാകും. എക്കാലവും അത് സാർവജനീനമായിരിക്കും, സാർവകാലികമായിരിക്കും. എല്ലാ കാലങ്ങളും സത്യമായിരിക്കും, എല്ലാ ജനങ്ങൾക്കും അത് സത്യമായിരിക്കും. ഒരു പ്രാദേശികതയ്ക്ക് അപ്പുറത്തായിരിക്കും അതിൻ്റെ സാക്ഷ്യം. ജോജോയുടെ സാക്ഷ്യം അങ്ങനെ ഒരു സാർവജനീനമായ ഒരു സാക്ഷ്യമാണ്. സാക്ഷ്യം ഇത്രയേ ഉള്ളൂ. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി, അത്രയേ ഉള്ളൂ. ചെറിയ സംഭവമാണ്. പുള്ളി മൂത്രം ഒഴിച്ചപ്പോൾ മൂത്രത്തിൻ്റെ അളവ് കുറഞ്ഞു പോയ പോലെ പുള്ളിക്ക് തോന്നി. അതൊരു വല്ലാത്ത തോന്നലായി, ഒരു 1.5 തോന്നലായി. അതെന്താണെന്ന് പറയുക, അങ്ങനെയുടെ സാക്ഷ്യം തുടങ്ങണത് നമ്മൾ ശ്രദ്ധിക്കണം. അയാൾ അങ്ങനെ പറയണത്, ഞാൻ 25 വർഷമായി UK സെറ്റിൽഡാണ് എൻ്റെ ഭാര്യയുമായിട്ട്. എൻ്റെ മക്കളും 2 പേരും അവിടെ ജനിച്ചവരാണ്. അവർക്ക് കല്യാണം കഴിച്ചു, അവർക്ക് ജോലിയുണ്ട്. എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്, എനിക്കിപ്പോഴും ജോലിയുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. ഞങ്ങൾക്ക് പണത്തിന് ഒരു കുറവുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷമായ രീതിയിൽ ആണ് അവിടെ ജീവിച്ചത്. അപ്പോൾ നോക്കിയ ഒരു മനുഷ്യന് വീടിന് വീട്, മേൽത്തരം ഭയം പറയുന്നുണ്ട്, മേൽത്തരം ഭവനങ്ങൾ, മേൽത്തരം വാഹനങ്ങൾ. ഓരോ സമയത്തും അതാ സമയത്ത് കമ്പനി ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെയാണല്ല, ഈ കുറേ പണമായി കഴിഞ്ഞാൽ പിന്നീട് അവരുടെ റാങ്ക് അനുസരിച്ചിട്ട് അവരെക്കാൾ മെച്ചമായ ജീവിതം ആരാണ് ജീവിക്കണമെന്ന് നോക്കിയിട്ട് അവരുപയോഗിക്കുന്ന ബ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഒപ്പം അപ്ഡേറ്റ് ചെയ്യും. മനുഷ്യനിങ്ങനെയുള്ള ഒരു സംഭവമുണ്ട്. എന്നുവെച്ചാൽ നമ്മളെക്കാൾ മെച്ചമായിട്ടുള്ള ആരാണ് ജീവിക്കണത് നോക്കിയിട്ട് നമ്മളൊരിക്കലും താഴേക്ക് നോക്കും. നമ്മുടെ അനിയൻ ചിലപ്പോഴും ഇപ്പോഴും പശുവിനെ വളർത്തി നടക്കണുണ്ടാവും, അവർ നോക്കത്തില്ല, അവർ തിരക്കത്തില്ല. ഭാര്യയുടെ ആങ്ങളമാരെങ്ങനെ ജീവിക്കണം നോക്കും. അതാണ് പ്രശ്നം. സ്വന്തം കൂടപ്പുറപ്പ് എങ്ങനെ ജീവിക്കണം എന്നല്ല നോക്കണത്, ഭാര്യയുടെ ആങ്ങളമാർ. ഇപ്പോൾ അളിയനെ എങ്ങനെ കവച്ച് വെക്കാൻ പറ്റും, അതാണ്. എന്നിട്ട് ഭാര്യമായിട്ട് വഴക്കിടുമ്പോൾ അളിയൻ്റെ പേരാണ് പറയണത്. അപ്പോൾ നിങ്ങൾക്ക് എന്നാത്തിൻ്റെ കേടാണ് എപ്പോഴും എൻ്റെ ആങ്ങളെ മേശക്കൾ കയറണം എന്തിനാണ് എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഭാര്യയുടെ മുമ്പിൽ പുള്ളിക്ക് ഞാൻ ജോജിയുടെ കാര്യമല്ല പറയണത്, ഞാൻ പൊതുവായിട്ട് പറയണം കേട്ടോ, ആമിഷ അതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ചില ഉടമ്പടി വിരുദ്ധമായ വിചാരങ്ങളെ വിചാരണ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാര്യം ഇത് നിങ്ങൾ പറയുന്ന കൂട്ട് പ്രാർത്ഥനീയ രൂപങ്ങളല്ല ഈ സംഭവം. ഇത് വളരെ സൂക്ഷിച്ച് തന്ത്രപരമായിട്ട് ആണ് ഇതിനെ സമീപിക്കേണ്ടത്.
ഇങ്ങനെ ഒരു ട്രേസ്, ഇപ്പം നിങ്ങളുടെ അളിയനുമായിട്ട് കോമ്പറ്റീഷനാണ് നിങ്ങൾ, അളിയൻ ഉപയോഗിക്കുന്ന വണ്ടി ഏതാണെന്ന് നോക്കിയിട്ട് ആ വണ്ടി ഞാൻ വാങ്ങിക്കണം. അപ്പോൾ മാത്രം, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചമായ കുറച്ചുകൂടി ഫുൾ ഓപ്ഷനുള്ളൊരു വണ്ടി വാങ്ങിച്ചു കഴിയുമ്പോൾ അത് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഞാൻ ഭാര്യയുടെ അടുത്ത് കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ ഇവളുടെ മുമ്പിൽ ഞാൻ കുറച്ചുകൂടി ഉയർന്ന ഒരാളാകും. അപ്പോൾ നിൻ്റെ അളിയനെ ഞാൻ വെട്ടി എന്നാണ് പറയുന്നത്. ഇപ്പോഴും രാജാക്കന്മാർ യുദ്ധം ചെയ്യുന്നുണ്ട് കുടുംബത്തിൽ, അളിയന്മാരുമായിട്ടാണ് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. മനുഷ്യന്മാരൊന്നും മാറിയിട്ടില്ല. മനുഷ്യന്മാരൊക്കെ ജോലി കിട്ടാൻ വേണ്ടിയും ഉയർന്ന ശമ്പളം മേടിക്കാൻ വേണ്ടിയും കുറേ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിയെന്നല്ലാതെ ബേസിക്കായിട്ട് വലിയ മാറ്റമൊന്നുമില്ല. പഴയ സ്വഭാവം തന്നെ ഇപ്പോഴും ഉള്ളത്, പഴയ സ്വഭാവം തന്നെ. ഈ സ്വഭാവം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്ത് വന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് മൈ പോയിന്റ്. അപ്പം നമുക്ക് ഒന്നിലും ഇപ്പം നിങ്ങളൊക്കെ ഓരോരോ ആനുകൂല്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തിന് അറിയാം എന്തിനാണിത്. നാട്ടുകാരുമായിട്ട് ബലത്ത ഉണ്ടാക്കാനാണോ, നാട്ടുകാരുടെ മുമ്പിൽ ആൾ കളിക്കാൻ വേണ്ടിയാണോ ഇപ്പോൾ ഈ അഭ്യാസം കാണിക്കണത് എന്ന് ചോദിക്കാൻ ദൈവം ചോദിച്ചാൽ പറയണം അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയണം. മനസ്സിലായില്ലേ? അല്ലെ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഒക്കെ എപ്പോഴും ഇപ്പം ഇങ്ങനെ സ്കാനിങ്, ഓട്ടോമാറ്റിക് സ്കാനിങ് നടക്കൊണ്ടിരിക്കുകയല്ലേ. ദൈവം മിക്കവാറും ചെയ്യണ പെറ്റ് സ്കാനിങ് ആയിരിക്കും മിക്കവാറും ചെയ്യണത്. കോശങ്ങളിൽ പോലും ഡാമേജ് ഉണ്ടെങ്കിൽ ദൈവം പറയും നിൻ്റെ കോശം മൊത്തം ഡാമേജ് ആണെന്ന് പറയും. ഇതൊക്കെ ഈ പെറ്റ് സ്കാനൊക്കെ ഇപ്പോഴല്ലേ ഈ മൈക്രോ മെഡിസിനൊക്കെ കണ്ടുപിടിച്ചത്. എത്രയോ വർഷം മുമ്പ് ദൈവത്തിൻ്റെ കയ്യിൽ ഈ പെറ്റ് സ്കാനുണ്ട്. നിൻ്റെ ആത്മാവിൻ്റെ കോശങ്ങൾ വരെ എന്തുമാത്രം ഡാമേജ് ആയിട്ടുണ്ടെന്ന് ദൈവം പറയും. അതുകൊണ്ടാണ് ഉടമ്പടി താമസിക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നിന്റെ കൃപയുടെ ആഗിരണം ചെയ്യാൻ തക്കവിധം എന്റെ ആത്മാവിന്റെ കോശങ്ങളെ അഭിഷേകസിദ്ധമാക്കണമേ. ശ്രദ്ധിക്കട്ടെ. തടസ്സമായി നിൽക്കുന്ന എല്ലാ ജീവിത മേഖലകളെയും വെളിപ്പെടുത്തി തരണമേ. കൃപ